മാർക്കോ 2 നമുക്ക് ആൻസൺ ബ്രോനെ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാമോ എന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ ഹനീഫിക്ക് അടുത്ത് ചോദിക്കണം, അവിടെ ചോദിക്കണം. ഹനീഫിക്ക പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് പ്രതീക്ഷകളൊന്നും നഷ്ടപ്പെടുത്താതെ എന്നെ ഉൾപ്പെടുത്തണേ. ഇപ്പം ആൻസറിനെ സംബന്ധിച്ച് ഇപ്പം മാർക്കോയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ക്യൂബ്സും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി അതിൻ്റെ സന്തോഷം പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ചാക്കയുടെ ആദ്യത്തെ ഹനീഫിക്ക പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് പ്രതീക്ഷകളൊന്നും നഷ്ടപ്പെടുത്താതെ എന്നെ ഉൾപ്പെടുത്തണേ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അത് എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അത് വെരി വെരി പേഴ്സണൽ ടു മീ. മാർക്കോ എത്ര കളക്ഷൻ അടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഒരിക്കലും അടിക്കാത്ത കളക്ഷൻ, ഗംഭീര കളക്ഷനാണ്. എല്ലാ റെക്കോർഡുകളും തകർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്? എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഒന്നത്തിലും ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ സക്സസ് എത്രമാത്രം വരുന്നു അത്രയും നമ്മൾ ഹമ്പിൾ ആവുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എത്രമാത്രം സക്സസ് ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ്. മാർക്കോ ഹിന്ദി തിയേറ്ററുകളൊക്കെ അടക്കി വാഴുന്നുണ്ടോ ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയത്തില്ല. സന്തോഷമല്ലേ നമ്മുടെ മലയാളം സിനിമ ബാക്കി നോർത്തിലൊക്കെയും പോയിട്ട് കുറേ സ്ക്രീൻസിൽ കളിക്കുന്നു എന്നൊക്കെയും പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു സമയമല്ലേ. സോ യെസ്, അപ്പോൾ സന്തോഷം. ഈ ഒരു സിനിമയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 7ഓളം ഫൈറ്റുകളുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു ഫൈറ്റ് സീക്വൻസ് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ആൻസണ്? എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ സ്റ്റെയർ കേസ് ഫൈറ്റിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സിംഗിൾ ഷോട്ടിലാണ് കണ്ടേക്കുന്നത് ഞാനെല്ലാം അതിനകത്ത്. അപ്പോൾ അത് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ആൻഡ് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ഉണ്ണി ചെയ്തിരുന്നത്. സോ അപ്പോൾ അത് എനിക്കൊരു ഇൻസ്പിറേഷനാണ്. പിന്നെ ഓരോ ഫൈറ്റും ഒന്നത്തിനൊന്നത്തും മെച്ചമാണ്. ഇൻട്രോവൽ ഫൈറ്റും അടിപൊളിയാണ്. എനിക്ക് കലൈ കിങ്സിൻ്റെ വേ ഓഫ് സ്റ്റണ്ട് കോറിയോഗ്രാഫി വളരെ രസമായിട്ട് തോന്നി. പുള്ളിക്കാരൻ ഓരോ സംഭവം ചെയ്യുമ്പോഴും പുള്ളിക്കാരന് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ആരും ഇതുവരെ കാണിക്കാത്ത രീതിയിൽ കാണിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആക്ടറും ഉണ്ണിമോഹനും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് വർക്കാവത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും വർക്കായി. പിന്നെ ക്യാമറ ചന്ദ്രു സെൽവരാജൻ വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ വെരി ഗുഡ് കോമ്പിനേഷൻ ഓഫ് ഓൾ. ലൈഫ് ആഫ്റ്റർ മാർക്കോ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലൈഫ് ആഫ്റ്റർ മാർക്കോൻ്റെ സക്സസ്സിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുന്നു. ഇനിയും അങ്ങനത്തെ പടങ്ങളും അങ്ങനത്തെ കണ്ടൻറ്റും അങ്ങനത്തെ ഒരു നല്ല ബെഞ്ച് മാർക്ക് മൂവീസിൻ്റെ ഒരു ഭാഗമാവണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ.